BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശന് കോൺഗ്രസിൽ നിന്ന് വിമർശനം. തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്താൻ തയ്യാറല്ലെന്ന് പറയാമായിരുന്നുവെന്നാണ് വി ഡി സതീശന്റെ പേര് പറയാതെ കോൺഗ്രസ് വക്താവ് അനൂപ് വിആറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലപ്പുഴയിൽ നിന്ന് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടും കെ.സി. വേണുഗോപാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസിഫ് മുഹമ്മദും ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽഖിഫിലും രംഗത്തെത്തി. വിവരങ്ങളുമായി വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ ഒരു സന്ദർശനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നു. ഈ എതിർപ്പുകൾ ഏത് രീതിയിൽ കാണപ്പെടും? ഏത് തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ ആകാം ഉണ്ടാവുക? ഇതിൽ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം. UDF പ്രവർത്തകരെല്ലാം തന്നെ ഈ ബിന്ദു കൃഷ്ണയുടെ നടപടിയാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെ ചോദ്യം ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ UDF അധികാരത്തിൽ വരുന്നതിനെതിരെയും അതുപോലെ തന്നെ VD സതീശനെതിരെയും മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ തന്നെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയെന്ന് ആക്ഷേപിച്ചും അതുപോലെ മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിച്ചുമെല്ലാം തന്നെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നതാണ്. ഈ സമയങ്ങളിലെല്ലാം തന്നെ അതിനെ തള്ളിപ്പറഞ്ഞ ഒരു ആളാണ് VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസും. ഈ മതേതര നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. അല്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടി ബിന്ദു കൃഷ്ണ അവിടെ പോയത് ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇതിനകത്ത് പറയുന്നത് അനൂപ് വിആർ ആണ് VD സതീശനെതിരെ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നത്. അതായത് ഈ NSSന്റെ ആസ്ഥാനത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരാൻ നിന്ന സമയത്ത് അതിനെ G. സുകുമാരൻ നായർ തടയുകയായിരുന്നു. അദ്ദേഹം ഈ NDAയിൽ ഒരു ഘടകകക്ഷി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു രാഷ്ട്രീയപരമായ സന്ദർശനം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുക. പക്ഷേ VD സതീശൻ ക്ഷണിച്ചിരുത്തുകയാണ് ഉണ്ടായത്. ചർച്ച നടത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ചർച്ചയ്ക്കിരുത്തിയ ഒരു ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് അനൂപ് വിആർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്ന കാലം മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഒരു കാരണവശാലും അടുപ്പിക്കാത്ത ഒരാളായിരുന്നു KC വേണുഗോപാൽ. ആ ഒരു നില KC വേണുഗോപാലിനാണ് കയ്യടിക്കേണ്ടത് എന്നുള്ളതാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസിഫ് മുഹമ്മദിൻ്റെ ആണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ദുൽഖിഫിൽ VP, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അദ്ദേഹം പ്രധാനമായും ബിന്ദു കൃഷ്ണയുടെ നടപടിയാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിമർശനം, അതായത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ പോയി കാണുന്ന നടപടി ശരിയായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല ഈ നേതാക്കളും അല്ലെങ്കിൽ അറിയപ്പെടുന്ന നേതാക്കളല്ലാതെ സാധാരണ പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വാർത്തകളുടെ താഴെ പോലും ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഒരിക്കലും അംഗീകരിക്കാൻ UDFന് കഴിയില്ല. മതേതര ചേരിക്ക് എന്നും ഭീഷണിയായി നിൽക്കുന്ന വെള്ളാപ്പള്ളിയെയും മകനെയും വിളിച്ചിരുത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് പോകുന്നതോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നൊരു നിലപാടാണ് സാധാരണ പ്രവർത്തകർ പോലും സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.